1579 ഫ്രാൻസിലെ ടൗലോസിൽ നിന്നും അല്പം മാറി പിബ്രാക് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് വിശുദ്ധ ജർമൈൻ കസിൻ ജനിച്ചത്. ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അവൾ ദുർബലയും രോഗിണിയുമായിരുന്നു. തന്റെ ജീവിതകാലം മുഴുവനും കഴുത്തിലെ ഗ്രന്ഥികളെ ബാധിക്കുന്ന ക്ഷയരോഗ സമാനമായ അസുഖവുമായിട്ടായിരുന്നു വിശുദ്ധ ജീവിച്ചിരുന്നത്. ഇതിനു പുറമെ വിശുദ്ധയുടെ വലതുകരവും കൈപ്പത്തിയും വികൃതവും ഭാഗികമായി തളർന്നതുമായിരുന്നു. ഈ വിധമുള്ള നിരവധി കഷ്ടപ്പാടുകൾക്കുമിടയിലും ആ പെൺകുട്ടി മനോഹരയും ആരെയും ആകർഷിക്കുന്ന നല്ല സ്വഭാവത്തിന് ഉടമയുമായിരുന്നു. രണ്ടാനമ്മയുടെ ക്രൂരമായ ശിക്ഷണങ്ങൾക്കും അവൾ വിധേയായിരുന്നു. ഇലകളും മരച്ചില്ലകളും നിറഞ്ഞ കോവണിയുടെ ചുവട്ടിലുള്ള ഒരു ചെറിയ മുറിയിലായിരുന്നു അവൾ ഉറങ്ങിയിരുന്നത്. വേനൽക്കാലത്തും മഞ്ഞുകാലത്തും അവൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ആടുകളെ മൈതാനത്ത് മേയ്ക്കുവാൻ കൊണ്ടുപോവുകയും വൈകുന്നേരം വരെ അവയെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ കഴിയുകയും ചെയ്തു. അതിനിടയ്ക്കുള്ള സമയത്തിൽ നൂൽ നൂൽക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു അവൾക്ക്. അവളോട് പറഞ്ഞിട്ടുള്ള അളവിലുള്ള നൂല് ഉണ്ടാക്കിയില്ലെങ്കിൽ രണ്ടാനമ്മ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു. എല്ലാ പ്രഭാതങ്ങളിലും അവൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. പരിശുദ്ധ മാതാവിന്റെ രൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും വിശുദ്ധയുടെ പതിവായിരുന്നു. 1601 വിശുദ്ധയ്ക്ക് 21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൾ മരണപ്പെടുന്നത്. ഗ്രാമത്തിലെ ദേവാലയത്തിൽ വിശുദ്ധയുടെ മൃതദേഹം അടക്കം ചെയ്തു. 43 വർഷങ്ങൾക്ക് ശേഷം അവളുടെ കല്ലറയ്ക്ക് സമീപം അവളുടെ ബന്ധുവിന്റെ മൃതദേഹം മറവ് ചെയ്യുവാനായി കല്ലറയുടെ കല്ലുകൾ തുറന്നപ്പോൾ കുഴി മാന്തുന്നവർ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. അതിമനോഹരിയായ പെൺകുട്ടിയുടെ മൃതദേഹം യാതൊരു കുഴപ്പവും കൂടാതെ ഇരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അവരിൽ ഒരാളുടെ മൺവെട്ടി കൊണ്ട് ആ മൃതദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പ് അല്പം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മുറിവിൽ നിന്നും അപ്പോഴും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഗ്രാമത്തിലെ പ്രായമായ ആളുകളിൽ ചിലർ ആ മൃതദേഹം ജർമൈൻ കസിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ 1867 പിയൂസ് 9 പാപ്പ ജർമൈൻ കസിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.